Yes, അതായത് sir. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് Yes, sir. Not. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഈ ഡിറ്റർമിനൻസ് ഏകദേശം അവസാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡിറ്റർമിനൻസ് തീരുന്നത് വരെ ഇന്നത്തെ ക്ലാസ് ഉണ്ടാകുള്ളൂ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലല്ല ചോദിച്ചിരുന്നേ എത്ര മാർക്ക് ആയിരിക്കും ഈ ഒരു വിഷയത്തിന് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്ക് ടോട്ടലി 75 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത് പാർട്ട് 2 എക്കണോമിക്സിൽ? ഐ തിങ്ക് ഒറ്റ 70. പാട്ടുള്ളൂ സർ. ഏ ടോട്ടൽ 75 ക്വസ്റ്റ്യൻ ഉള്ളൂ. ജനറൽ പേപ്പർ ഇല്ല, കോർ മാത്രം. 4 മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ആ 75 എക്കണോമിക്സ് അല്ലേ? യെസ് സർ. ആ ഓക്കെ. അപ്പൊ അതിൽ ഏകദേശം ഒരു 20% ടു 25% ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് വരും, എക്കണോമെട്രിക്സ് വരും, പിന്നീട് ഇപ്പൊ ഏതായിരുന്നു, അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടോട്ടലി ഒരു 20 to 25%, ഏകദേശം പറയുമ്പോൾ ഒരു 15 to 20 മാർക്സോളം എക്കണോമെട്രിക്സ് അതേപോലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഉൾപ്പെടുന്ന ക്വാണ്ടിറ്റേറ്റീവ് മാത്തമാറ്റിക്സിൽ നിന്ന് വരും. ഓക്കെ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ ഈ ഡിറ്റർമിനൻസ് തീരുന്നത് വരെ എടുക്കുന്നുള്ളൂ. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഒരു 1 അവർ, മാക്സിമം പോയ 1 അവർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, രണ്ടാളും നോക്കിയിരുന്നോ? ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോ? കാരണം പുതിയ യെസ് സർ. ക്ലാസ്സിൽ ആ പുതിയ ക്ലാസ്സിൽ കയറുമ്പോൾ അതിനെ മുന്നത്ത് നോക്കി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കാരണം ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ. അഡ്ജോയിന്റ് അഡ്ജിയെ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് പഠിച്ചു. ഓക്കെ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി അഡ്ജിയെ റിലേറ്റഡ് ആയിട്ട് തരാം. ഇതിന്റെ അഡ്ജിയെ പറയാൻ പറ്റുമോ? ആരായിരുന്നു? ഫെബിന അല്ലേ? ഫെബിന അല്ലേ? യെസ് സർ. ഇത് പറയാൻ പറ്റുമോ അഡ്ജിയെ? കഴിഞ്ഞ ക്ലാസ്സില് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം സെറ്റാണ്. ഒരു ഷോർട്ട് കട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. കാരണം ഈ ക്ലാസ് എടുക്കുന്നത് ഫുള്ള് ഞാൻ ഒറ്റക്കായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. സർ -3 ആണ്. അഡ്ജിയെ -3യോ? അഡ്ജിയ എന്ന് പറയുന്നത് അല്ല 66. അഡ്ജിയ എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ല. അഡ്ജിയ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്ക് എന്ത് ചെയ്യുക, ഇതിന് മുന്നത്തെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് ഈ നോട്ടുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ റെഡി ആവും. എന്നാലേ നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ് കേട്ടിട്ട് കാര്യം ഉണ്ടാവുള്ളൂ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഉണ്ട്, അത് ഒന്ന് ഇരുന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളിൽ ചോദിക്കുക. അങ്ങനെ. ഓക്കെ. അപ്പോൾ അഡ്ജിയെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 2x2 മെട്രിക്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 6ഉം എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താകും? 6 2. പിന്നെ ഈ 3 5 എന്താകും? അതിന്റെ
സൈൻ മാറ്റിയിട്ട് കൊടുക്കുക. അപ്പൊ അതെന്താകും -3 -5. ഇതാണ് അഡ്ജിയെ. അത് അഡ്ജിയെ എന്ന് പറയുന്നത് ഒരു ഒറ്റ വാല്യൂ അല്ല, ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അഡ്ജിയെ എന്ന് പറയുന്നത് കോ ഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇത് നോക്കാതെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഫുള്ളാക്കി മനസ്സിലാക്കിയിട്ട് വരിക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചോളൂ, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, അഡ്ജിയെ മനസ്സിലായോ? Yes, sir. ഓക്കെ. ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് പറയാം. അല്ലെങ്കിൽ പുതിയ ടോപ്പിക് എടുത്താൽ മതിയോ? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് പഠിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എ ഇൻവേഴ്സ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിരുന്നു. ഓക്കെ, എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ. അഡ്ജ് എ മീൻസ് അഡ്ജോയിന്റ് എ ആണ് കേട്ടോ. അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ, ഇതൊന്നും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇത് നമുക്ക് ലാസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ആവശ്യം വരും. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അധികം ഉള്ളത് പ്രോബ്ലം തന്നെയാണ്. ഇനി കുറച്ചും കൂടി ഇനി അടുത്ത ടോപ്പിക്കുകളൊക്കെ അധികം തിയറിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നീട് ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, അതൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയോ? അതൊക്കെ ഞാൻ ലാസ്റ്റിലെ പേപ്പർ എടുത്ത് നോക്കിയിരുന്നു. അപ്പം കുറച്ച് അധികം കണ്ടത് ഈ ഡിഫറൻഷിയേഷൻ ഭാഗത്തു നിന്നാണ്. d/dx ഓഫ് dy/dx ഓർക്കുന്നുണ്ടോ? Yes, sir. ആ, അത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോ ക്വാണ്ടിറ്റി, പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് മാർജിനൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം എടുക്കുമ്പോൾ പഠിപ്പിക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് അധികം കണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഭാഗമാണ് കുറച്ച് അധികമായിട്ട് കണ്ടത്. ഓക്കെ, ഇപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ find the inverse of the matrix two minus 1 3 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇതിനെ ഞാൻ ജസ്റ്റ് എ എന്നുള്ള മെട്രിക്സ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ 2 minus 1 3 4. എന്താണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്താണ് വരിക, 2 × 4. 2 × 4 എന്താ, 8 മൈനസ് 3 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പൊ എന്ത് വരും, 11 വരും. ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിനന്റ് എ 0 ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. പിന്നീട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എ ഇൻവേഴ്സ് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം എ ഇൻവേഴ്സ് അപ്പം താഴെ എന്ത് വരും? 0 വരില്ലേ? താഴെ 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അറിയാലോ? ഓക്കെ. അപ്പം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അഡ്ജിയെ 2x2 മെട്രിക്സിന്റെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസി ടെക്നിക്. എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 4ഉം ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എന്താകും? 4 2 ദെൻ ഈ -1 -3 എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. -1 ഉള്ളത് 1 ആകും, 3 ഉള്ളത് -3 ആകും. അപ്പൊ ഇതാണ് എന്ത്? അഡ്ജിയെ. ഇപ്പൊ നമ്മളെ ഇക്വേഷൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജിയെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ അതെന്താകും? ഡിറ്റർമിനന്റ് എ എന്താ? 11. അപ്പൊ 1/11 ഇൻറ്റു അഡ്ജിയെ എന്താ? 4 1 -3 2. ഇങ്ങനെ നിർത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1/11 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതെന്താകും? ഇങ്ങനെ എഴുതി നിർത്താം. അല്ലെങ്കിൽ 4/11 1/11 -3/11 2/11. ഓക്കെ, ഇതായിരിക്കും വരിക. അപ്പൊ ഇതാണ് എ ഇൻവേഴ്സ്. ഇനി 3/3 മെട്രിക്സ്. അപ്പോൾ 3/3 മെട്രിക്സ് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കുറെ ടോപ്പിക്കുകൾ എന്താ ഇതിൽ കവർ ആയി പോകും. ഏതൊക്കെ? മൈനർ, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ്. അത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാലേ അഡ്ജ് കിട്ടുള്ളൂ. ഏത്? 3/3 മെട്രിക്സിന്റെ കേസിൽ. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ എല്ലാ ക്ലാസ്സിലും വരുമ്പോഴേക്ക് എന്ത് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ കണ്ടിട്ട് വരും. നമുക്കറിയാം ചിലപ്പോ നിങ്ങൾക്ക് ഈ സമയത്ത് ചിലപ്പോൾ കയറാൻ പറ്റണം എന്നൊന്നുമില്ല. അപ്പം പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? പറ്റുന്ന സമയത്ത് കയറിയിട്ട് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ അത് തീർത്തിട്ട് വരിക. എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇനി ഞാൻ 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയണോ ഇനി? ക്ലിയർ ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ തീർന്നിട്ടുണ്ട് ഇതില്? എക്കണോമിക്സില് ഏതെങ്കിലും തീർന്നിട്ടുണ്ടോ? സ്റ്റാറ്റി, ഇന്ത്യൻ എക്കോണമി ഏതെങ്കിലും അല്ലെങ്കിൽ ഏകദേശം തീരാനായിട്ടുണ്ടോ ഇതൊക്കെ? മൈക്രോ മാക്രോ തീർന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 3/3 ആണ്. അപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങൾ അതിൽ വരും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത ടോപ്പിക്കുകൾ അതിൽ കവർ ആയി പോകും. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേൾക്കാത്തവര് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് A equal to 6 4 2 2 9 4 1 2 8. Okay. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് എ 0 ആണെങ്കിൽ പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. പിന്നെ ഡിറ്റർമിനന്റ് എ 0 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈ 0 ആണ് വരിക. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ. അപ്പം ഡിറ്റർമിനന്റ് എ, ഫസ്റ്റ് ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാണ്. എന്തായിരുന്നു ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാനുള്ള? 6
6 എടുക്കുക, 6 ഇൻറ്റു എന്നിട്ട് ഏതാ 6ന്റെ റോയും കോളം കട്ട് ചെയ്യുക. അപ്പൊ 9428 വരും. പിന്നെ ഇതെന്താണ് 4 ഡയമണ്ടിലുള്ളതാണ്. സോ -4 4ന്റെ എന്ത് ചെയ്യുക റോയും കോളം കട്ട് ചെയ്യുക 2418. ടു പോസിറ്റീവ് തന്നെ വരിക, കാരണം ഇത് ഡയമണ്ടിൽ ഉള്ളതല്ല. ഓക്കെ, അപ്പൊ 2ന്റെ റോയും കോളവും കട്ട് ചെയ്ത 2912. അപ്പൊ ഇതെന്താകും 6 ഇൻറ്റു 9 ഇൻറ്റു 8 72 മൈനസ് 2 ഇൻറ്റു 4 8 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 8 16 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് 9. ആൻസർ വരുമ്പോൾ 6 ഇൻറ്റു 72 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. 6 ഇൻറ്റു 64 മൈനസ് 4 ഇൻറ്റു 16 മൈനസ് 4 12. 4 ഇൻറ്റു 12 പ്ലസ് 2 ഇൻറ്റു 4 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5. 6 ഇൻറ്റു 64 6 ഇൻറ്റു 60 എത്ര 360. 6 ഇൻറ്റു 4 24. 360 പ്ലസ് 24 384 മൈനസ് 4 ഇൻറ്റു 12 48 മൈനസ് ഇത് 2 ഇൻറ്റു മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10. അപ്പം 384 മൈനസ് 58. അപ്പം 60 ചെയ്ത് കഴിഞ്ഞാൽ 324 അതിലേക്ക് 2 ആഡ് ചെയ്യാം. അപ്പൊ 326. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. 294 ഓക്കെ. ടെർമിനലിലെ 6 ഇൻറ്റു 72 മൈനസ് 8 ഓക്കെ മൈനസ് 4 60 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 4 മൈനസ് 9. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും. 6 ഇൻറ്റു 72 മൈനസ് 8 മൈനസ് 4 2 ഇൻറ്റു 8 60 മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 4 മൈനസ് 9. 6 into 64 that is equal to 326 കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ നോക്കിയിരുന്നോ? യെസ് സർ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് എ കിട്ടി. ഇനി അഡ്ജയെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൈനർ കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ മെട്രിക്സിന്റെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് എന്താണ്? മൈനർ കണ്ടുപിടിക്കുക, മൈനർ then കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്? അഡ്ജോയിന്റ്. ഇപ്പൊ മൈനർ കണ്ടുപിടിക്കുകയാണ് M11. സ്പീഡ് ചെയ്യാം. അത് ഒന്നുകൂടി ഇവിടെ എടുത്ത ഇതാണ്, ഇവിടെ ഒന്നുകൂടി എടുത്ത ഇതാണ് കേട്ടോ. 642 294 128. ഓക്കെ, M11 കിട്ടാൻ എന്താ ചെയ്യണ്ടേ? 11 എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 6. 6ന്റെ റോയും കോളവും കട്ട് ചെയ്യുക, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് വരും? 9 into 8 72. അതായത് ഇതാണ് കണ്ടുപിടിക്കുന്നത് 9428. ചെയ്യുമ്പോൾ എന്താവും? 9 into 8 72 മൈനസ് 2 into 4 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. M12 എന്താ വരിക? ഇതാ ഈ 4 ആണ്. M12 എന്ന് പറഞ്ഞ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 4.
ആ ആ 4 എന്ന് പറയുന്നതിന്റെ റോയും കോളവും കട്ട് ചെയ്യുക. അപ്പൊ എന്താ ഉള്ളത്? 2 4 1 8. അതിന്റെ എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ നോട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതെന്ത് വരിക? 2 × 8 16, 16 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. പെട്ടെന്ന് തീരുട്ടോ, നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. M13 എന്ന് പറയുമ്പോൾ ഈ 2ന്റെ റോയും കോളവും ഒഴിവാക്കുക. അപ്പൊ എന്ത് വരും? 2 9 1 2. ഞാൻ കുറച്ച് സ്പീഡാണ് പറയുന്നത്. ഇനി സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ 2 9 1 2. അപ്പൊ എന്താകും? 2 × 2 4 മൈനസ് 9 × 1 9. 4 - 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. ഇനി M21 എന്താ? ഈ 2 ആണ്. ആ 2ന്റെ റോയും കോളവും ഒഴിവാക്കുക. അപ്പൊ 4 2 2 8. 4 2 2 8 എന്താകും? 4 × 8 32 മൈനസ് 2 × 2 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. M22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ദാറ്റ് ഈസ് 9. ഈ 9ന്റെ റോയും കോളവും കട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? 6 2 1 8. 6 2 1 8. 6 × 8 48 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 46. M23 കുറച്ച് പണിയുണ്ട് കേട്ടോ ചെയ്യാന്. M23 എന്ന് പറയുമ്പോൾ ഈ 4ന്റെ റോയും കോളവും കട്ട് ചെയ്യുക. അപ്പൊ എന്താ ഉള്ളത്? 6 4 1 2. 6 4 1 2 എന്ത് വരും? 6 × 2 12 മൈനസ് 4 × 1 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. M31 എന്ന് പറയുമ്പോൾ 1, ആ 1ന്റെ റോയും കോളവും കട്ട് ചെയ്യുക. 4 2 9 4. 4 × 4 16 minus 2 × 9 18 that is equal to -2. M32 എന്ന് പറയുന്നത് ഈ 2ന്റെ റോയും കോളം കട്ട് ചെയ്താൽ 6 2 2 4. 6 2 2 4. 6 × 4 24 minus 2 × 2 4 that is equal to 20. Then last one M33ന്റെ റോയും കോളവും കട്ട് ചെയ്താൽ പോയി 6 4 2 9. 6 4 2 9. അപ്പൊ എന്ത് വരും? 6 × 9 54 minus 2 × 4 8. 54 - 8 that is equal to 46. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ കോഫാക്ടർ എഴുതാൻ എന്ത് ചെയ്താൽ മതി? 1 2 അതായത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട് വരുന്നതിന്റെ സൈന് മാത്രം മാറ്റി കൊടുക്കുക, ബാക്കിയൊക്കെ സെയിം. ഇപ്പൊ A11 1 1 1 1 ആഡ് ചെയ്താൽ 2, അത് ഈവൻ ആണ്, മാറില്ല, 64 തന്നെ വരും. A12 എന്ന് പറയുന്നത് 1 ഉം 2 ആഡ് ചെയ്താൽ 3 ആണ്. അപ്പൊ ഇത് 12 ആണ്. 12ന്റെ സൈൻ മാറും, -12 ആകും. A13 1 + 3 that is equal to 4. 4 is even, therefore -5. A21 2 + 1 3. 3 is odd, then -28. A22 2 + 2 4. 4 is even, then 46. A23 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. A23 2 + 3 5. 5 is odd, therefore -8. A31 3 + 1 4. 4 is even, therefore -2 itself. A32 3 + 2 5. 5 is odd, therefore -20. A33 3 + 3 6 even, 46. Cofactor matrix എന്താ വരിക? 64 -12 -5 -28 46 -8 -2 -20
46. അതായത് ഇതിന്റെ ഫുൾ ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റെപ്പുകൾ, മൈനർ എന്താ, കോ ഫാക്ടർ എന്താ, എന്ത് വേണേലും ചോദിക്കാം. അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഡിറ്റർമിനൻസ് തീരും. നീ മനസ്സിലാക്കുക എന്താണ് അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞാൽ. അഡ്ജോയിന്റ് എ ഈക്വൽ ടു അഡ്ജോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സ് ചെയ്ത കോഫാക്ടർ മെട്രിക്സ് 64 -12 -5 -28 46 -8 -2 20 46. ഇതിന്റെ ട്രാൻസ്പോസ് ആകുമ്പോൾ റോ കോൾ ആക്കുക. അപ്പോൾ 64 -12 -5 -28 46 -8 -2 20 46. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്ജോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഡിറ്റർമിനന്റ് എ നമുക്ക് ഓൾറെഡി കിട്ടി. 3 എത്രയായിരുന്നു? 326. ഓക്കെ, അപ്പോ 1/326 ഇൻറ്റു 64 -28 -2 -12 46 20 -5 -8 46. ഇത് നിങ്ങളെ കൂടെ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കുകയായിരുന്നോ? എഴുതിയെടുത്തിട്ടുണ്ടോ? Yes, sir. ഓക്കെ, എല്ലാരും എഴുതിയോ? Yes, sir. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഇത് കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഇത് എല്ലാതുകൂടി നിങ്ങൾക്ക് ഒരു MCQ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ഒന്നും ആയിട്ട് ചോദിക്കില്ല. ഇതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റെപ്പ്, ചിലപ്പോൾ മൈനറൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പൊ എന്ത് വേണേലും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് UGC നെറ്റിന്റെ കൂടി സിലബസ് ആണത്. UGC നെറ്റിലും ഇത് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണത്? ദെൻ ലാസ്റ്റ് ടോപ്പിക്, സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ്? കൺസിസ്റ്റന്റ് അല്ല. അതെ, കൺസിസ്റ്റന്റ് അല്ല. പിന്നെ സിംഗുലാർ എന്നുകൂടി ഉണ്ട്, ചിലപ്പം ചോദിച്ചേക്കാം. സിംഗുലാർ മെട്രിക്സ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലാർ. അപ്പൊ നോൺ സിംഗുലാർ മെട്രിക്സിന്റെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എ ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ചിലപ്പോ എന്ത് ചെയ്യാം? വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ സിംഗുലാർ ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. നോൺ സിംഗുലാർ കൺസിസ്റ്റന്റ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് 0 കിട്ടുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള പ്രോസസ്സുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
Okay, solve the system of system of രണ്ട് ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. അതോടുകൂടി ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തീർന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇത് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. a2x plus b2y plus c2z equal to d2. a3x plus b3y plus c3z equal to d3. ഇതിലെ a എന്ന് പറയുന്നത് a1 b1 c1. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. a2 b2 c2 ഇത്രയും പ്രോസസ്സുകൾ പറഞ്ഞു തന്നത് ഇത് കണ്ടുപിടിക്കാനാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ a3. ഇത് നിങ്ങൾ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓക്കെ, a3 b3 c3. ദെൻ എക്സ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ് വൈ സെഡ്, ഈ എക്സ് വൈ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും പ്രോസസ്സുകൾ ചെയ്യുന്നത്. ദെൻ ബി ഈക്വൽ ടു d1 d2 d3. അപ്പൊ ശരിക്കും നോക്കുമ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ എക്സ് ഈക്വൽ ടു ബി ആ, എ എക്സ് ഈക്വൽ ടു ബി ആ. ദെൻ എക്സ് മാത്രം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? എൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അതെന്താകും? എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് ബി, ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ വെച്ച് പറയാം. ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള 2x2 മെട്രിക്സിന്റെ കേസ്. രണ്ട് ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ, അതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ചോദിക്കാട്ടോ. ആരും ഒരു മടിയും വിചാരിക്കണ്ട, ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 2x plus 5y equal to 1. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. വേറൊരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x plus 2y equal to 7. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? 2 5 3 2. ഓക്കെ, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? എക്സ് കോമ വൈ. ഇങ്ങനെ എഴുതണേ, എക്സ് കോമ വൈ കോളമായിട്ട് എഴുതണം. ദെൻ ബി എന്താണ്? 1 7. നമുക്ക് എക്സ്, അതായത് ഈ കാണുന്ന
സ്മോൾ എക്സ് സ്മോൾ വൈന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പൊ എ ഇൻവേഴ്സിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇപ്പൊ 2/2 മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആകെ ഒരു 20 സെക്കൻഡ് ഒക്കെ മതി. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്താ വരിക? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 2 × 2 4 മൈനസ് 5 × 3 15 ദാറ്റ് ഈസ് ഈക്വൽ ടു -11. അഡ്ജ് എ എന്താ വരിക? അഡ്ജ് എ എന്താ പറഞ്ഞിരുന്നത്? ഇത് തിരിച്ചിടുക, തിരിച്ചിട്ടാലും സെയിം തന്നെ വരിക. 2 2 ദെൻ ഇതിന്റെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കി കൊടുക്കുക, സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. -5 -3 ഇതാണ് അഡ്ജ് എ വരിക. 2/2 മെട്രിക്സിന് ആകെ എത്ര പണിയുള്ളൂ? ഇപ്പൊ എന്ത് ചെയ്താൽ മതി? 2 -5 -3 2 ഡിവൈഡഡ് ബൈ 11, അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1/11. 1/11 ഇൻറ്റു 2 -5 -3 2. ഇത് 1/-11 ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് വൈ. ഈ കാണുന്ന സ്മോൾ എക്സും സ്മോൾ വൈയും കണ്ടുപിടിക്കാനാണ് ഇത്രയും പ്രോസസ്സുകൾ ചെയ്യുന്നത്. ഇപ്പൊ എക്സ് ഈക്വൽ ടു എന്താ വരിക? എ ഇൻവേഴ്സ് ബി. ആ എ ഇൻവേഴ്സ് എന്ത് ചെയ്യാ? ഒന്നുകൂടി എടുത്ത് എഴുതുക. എന്താണ്? 1/-11 2 -5 -3 2 ഇൻറ്റു ബി എന്താ? 1 7. അപ്പൊ ഈ എന്ത് ചെയ്യണം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യണം. ആ 1/-11 ലാസ്റ്റ് ചെയ്യാം. ഇതെന്താണ്? ഇത് 2/2 മെട്രിക്സ്. ഇതോ 2/1 മെട്രിക്സ്. ഇപ്പൊ ഇത് എന്തായിട്ട് മാറും? ലാസ്റ്റ് കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2/1 മെട്രിക്സ് ആണ് വരിക. 2/1 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ആയിരിക്കും വരിക. ആകെ 2 എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക. റോ മെട്രിക്സ് ആയിരിക്കും, അല്ല കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോ ഇതെങ്ങനെ ചെയ്യാ? 2 × 1 2 × 1 2 then -5 × 7 -35. ഇതാണ് ഫസ്റ്റ് എലിമെന്റ്. then -3 × 1 that is -3. 2 × 7 +14. ഓക്കെ, ഇതാണ് വരിക. (1/-11) 2 × -35 അതെന്താ വരിക? -33. -3 + 14 that is equal to 11. ഓക്കെ, ഇനി എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ ഈ -11 എന്ത് ചെയ്യുക? ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? -33. ഇനി എന്ത് ചെയ്യണം? അതായത് 1/-11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിവൈഡഡ് ബൈ -11 ചെയ്താൽ മതി. 33 ഡിവൈഡഡ് ബൈ -11 11 ഡിവൈഡഡ് ബൈ -11. ഇതാണ് നമ്മളെ ആൻസർ. അപ്പോൾ ഇവിടെ മൈനസ് കട്ടാകും. 33 ഡിവൈഡഡ് ബൈ 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 11 ഡിവൈഡഡ് ബൈ -11 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. നമ്മൾ ചെയ്ത പ്രോസസ്സ് 3 - 1 കിട്ടി. അതായത് എന്താ? x, y. അപ്പൊ ആ എക്സിന്റെ വാല്യൂ എന്താ? എക്സിന്റെ വാല്യൂ 3, വൈന്റെ വാല്യൂ -1. ക്ലിയർ ആണോ? ഒന്നുകൂടി നോക്കാൻ, നിങ്ങൾക്ക് ചെയ്ത പ്രോസസ്സുകൾ ഒന്നുകൂടി നോക്കി. ഫസ്റ്റ് വൺ 2x + 5y = 1, 3x + 2y = 7. ആദ്യം എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഏത്? 2 5 3 2. അതാണ് ഇവിടെ എഴുതിയത്. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഇവിടെ ഉള്ളത് വേരിയബിൾസ് ഏതൊക്കെ? എക്സും വൈയും. അപ്പൊ എക്സ് വൈ. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കിട്ടുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ 1 7. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് x = a ഇൻവേഴ്സ് ബി. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. അപ്പോൾ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു, -11.
അപ്പൊ 1/-11. ദെൻ അഡ്ജിയെ 2/2 മെട്രിക്സിന്റെ അഡ്ജിയെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് കൊടുക്കുക, സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം 2 - 5 - 3 2 കിട്ടി. ദെൻ അതേപോലെ എടുത്ത് എഴുതുക, x = a ഇൻവേഴ്സ് b. a ഇൻവേഴ്സിന്റെ സ്ഥാനത്ത് ഇത് എഴുതി, ദെൻ b എഴുതി. ഇതെന്താണ്? 2/2 മെട്രിക്സും ഇത് 2/1 മെട്രിക്സും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2/1 മെട്രിക്സ് ആയിരിക്കും. ദെൻ ആ 1/-11 അവിടെ തന്നെ വെച്ചു. ദെൻ 2 × 1 2 -5 × 7 that is equal to -35. അപ്പം ഇതിന്റെ ഫസ്റ്റ് റോന്റെ പ്രോസസ്സ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് റോ -3 × 1 അത് -3 തന്നെ, പ്ലസ് 2 × 7 +14. അപ്പൊ 1/-11 = 2 - 35 എന്താ? -33. -3 + 14 that is equal to 11. അപ്പോൾ 1/-11 × -33 11. എന്ത് ചെയ്യാം? -11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെയ്യുമ്പോൾ 3 - 1 കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ 3, വൈന്റെ വാല്യൂ -1. ഈ രണ്ട് വാല്യൂ കിട്ടാനാണ് ഇത്രയും പ്രോസസ്സ് ചെയ്തത്. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, പ്രശ്നമൊന്നുമില്ല. അപ്പം 3/3 മെട്രിക്സിനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു 2-3 മിനിറ്റ് സമയം തരികയാണെങ്കിൽ. ഇതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. ഹലോ സർ, ഇത് ജസ്റ്റ് ഒന്നുകൂടെ പറയാനോ? ഏത് ഇതാണോ? ആ, ഓക്കെ, ഒന്നുകൂടി പറയാം. ഏത് ഭാഗത്താണ് പ്രശ്നം വന്നത്? അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാണോ അല്ലെങ്കിൽ? അല്ല, ഇവിടുന്ന് എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് എനിക്ക് തോന്നുന്നു തേർഡ് സെമ്മിലറ്റ് കഴിഞ്ഞു പോയത്. പക്ഷെ മിസ് അന്ന് വേറെ ഏതോ മെത്തേഡ് ഇതിൽ യൂസ് ചെയ്ത പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോ. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയ പോലെ. ഞാൻ ആ ബുക്ക് വെച്ചിട്ടാണ് സാറിന്റെ ക്ലാസ് മിഞ്ഞാന്നെല്ലാം കേട്ടെ. ഓക്കെ, ഏത് മെത്തേഡ് ആണെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഏതാണ് എനിക്ക് രണ്ടൊന്ന് നോക്കി നോക്ക്, ഏതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നീ യൂസ് ചെയ്തോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോ. അധികം സമയമൊന്നും എടുക്കൂല. ഓക്കെ ഓക്കെ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? 2x + 5y = 1, 3x + 2y = 7. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം, അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? നമ്മൾ കാണുന്ന ഈ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് എഴുതുക. അതായത് ഇവിടെ 2, ഇത് 5, 3, 2. ഇതൊക്കെ ആണല്ലോ. ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയബിൾസ് ഇവിടെ ഏതാ? എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് വൈ ആണ് എന്ത്? വേരിയബിൾ. പിന്നെ ബി എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ 17, ബി = 17. പിന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? എക്സ് = എ ഇൻവേഴ്സ് ബി. ഓക്കെ, എക്സ് = എ ഇൻവേഴ്സ് ബി. ഇപ്പൊ എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു. എങ്ങനെ? 2 × 2 4 -5 × 3 15. ഇതൊക്കെ പണ്ടത്തെ കൺസെപ്റ്റ്. 4 - 15 that is equal to -11. ഇപ്പൊ ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ -11. അഡ്ജ് എന്റെ വാല്യൂ എന്താ ചെയ്യേണ്ടത്? 2/2 ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനുള്ളൂ. കൺവേർട്ട് ചെയ്യുക, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റുക. അപ്പൊ ഇത് 2 തന്നെ ആയതുകൊണ്ട് മാറുന്നില്ല, 2. ദെൻ ഈ 5ഉം 3ന്റെയും വാല്യൂ എങ്ങനെ ആവും? -5 -3. ഇപ്പൊ അഡ്ജ് 2 - 5 - 3 2. ഇതുവരെ ഓക്കെ ആണോ? ഹലോ ഓക്കെ ഓക്കെ. അപ്പൊ എ ഇൻവേഴ്സ് = അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്ജ് എ എന്താണ്? 2 - 5 - 3 2 ഡിവൈഡഡ് ബൈ -11. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? 1/-11. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിന്റെ താഴെ ഒരു ഇത് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ -11 എഴുതിയാലും ഒരു പ്രശ്നമില്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, ദെൻ എക്സ് = എ ഇൻവേഴ്സ് ബി. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്.
എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി ഓൾറെഡി അവിടെ ഉണ്ട്. എ ഇൻവേഴ്സ് ബി ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. 1/-11 എ ഇൻവേഴ്സ്, പിന്നെന്താ 2 - 5 - 3 2, അത് അതേപോലെ എടുത്തെഴുതി. ദെൻ ബി എന്താണ് 17, അതും എടുത്തെഴുതി. ഇനി 1/-11 അതിനെപ്പോ ഒന്നും ചെയ്യണ്ട, ഈ മെട്രിക്സ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ 1/-11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 × 1 അതാണ് ഇവിടെ കാണുന്ന 2, -5 × 7 അതാണ് -35, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ദെൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ദെൻ -3 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3, 2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു +14. അപ്പൊ 1/-11 ഇതിന്റെ വാല്യൂ എന്താ വരിക, 2 - 35 ദാറ്റ് ഈസ് ഈക്വൽ ടു -33, -3 + 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഈ മൈനസ് ഇനി എന്താ ഉള്ളത്, ഈ 1/-11 ഉള്ളിലേക്ക് കൊടുക്കണം. അപ്പൊ -33 ഡിവൈഡഡ് ബൈ -11 വരും, 11 ഡിവൈഡഡ് ബൈ -11 വരും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ അതെന്തായി, മൈനസ് മൈനസ് കട്ടായി. 33 ഡിവൈഡഡ് ബൈ 11 എന്താ 3, പിന്നെ 11 ഡിവൈഡഡ് ബൈ -11 അതിന്റെ വാല്യൂ എന്താ -1. അപ്പൊ എക്സ് വൈന്റെ വാല്യൂ എന്താണ്, x = 3, y = -1. ഇത്രേ ഉള്ളൂ. ക്ലിയർ? യെസ് സർ, ക്ലിയർ ആയി. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്കൊരു ചെയ്ത സെറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം. ഞാൻ തന്നെ ലാസ്റ്റ് ചെയ്യും എന്തായാലും, അല്ലെങ്കിൽ ഞാൻ മാത്രം ചെയ്താൽ മതിയോ? നിങ്ങൾ പിന്നെ ട്രൈ ചെയ്യോ? സോൾവ് ദ, ഇനി വരുന്നത് 3/3 മെട്രിക്സിന്റെ സൊല്യൂഷനാ. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ബൈ മെട്രിക്സ് മെത്തേഡ്. ഒരുപാട് മെത്തേഡിൽ ചെയ്യാം, അതിൽ പെട്ട ഒരു മെത്തേഡ് മാത്രമാണ് എന്ത്, മെട്രിക്സ് മെത്തേഡ്. (3x - 2y + 3z = 8). ഇവിടെ എന്തുണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ് വൈ സെഡ് കണ്ടുപിടിക്കേണ്ടി വരും. ദെൻ 2x + y - z = 1. Then 4x - 3y + 2z = 4. ഇതിന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതായത് ഈ കാണുന്ന എക്സ് വൈ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അതായത് ഇപ്പം ഈ ഇക്വേഷനിൽ എക്സിന് 3യും വൈക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എക്സിന് 3 കൊടുത്താൽ 3 × 2 6, വൈക്ക് -1 കൊടുത്താൽ -1 × 5 -5. അപ്പൊ 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതേപോലെ എക്സിന് എന്തായിരുന്നു, എക്സിന് 3യും വൈക്ക് -1, എക്സിന് 3 വൈക്ക് -1 ഒന്ന് കൊടുത്തു നോക്കിയേ. എക്സിന് 3 കൊടുക്കുമ്പോൾ 3 × 3 9 + 2 × -1 -2, 9 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇവിടെ ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് വളഞ്ഞു മൂക്കുടിക്കുന്ന പരിപാടിയാണ്. ശരിക്കും നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, 10ലും 9ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എങ്ങനെ, അതിന്റെ വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. രണ്ടിനെയും എന്ത് ചെയ്യുക, കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടും. ഇത് ചെയ്തേ പറ്റൂ. ഇതിന്റെ ഇടയിൽ കുറെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, ഇതെന്താണ് 3/3 മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് പറയാൻ പറ്റുമോ? ഓരോരുത്തരെ പറഞ്ഞോളൂ, ആരൊക്കെ ഉണ്ട് ഇപ്പോ? ഓക്കെ, എന്താണ് പേര്, അർച്ചന എന്നാണോ അല്ലെങ്കിൽ ഹർഷാന?
അർഷാന, ഓക്കെ. അർഷാന പറഞ്ഞോളൂ, എന്താണ് മെട്രിക്സ് എ വരിക? 3 2 3 3 3 minus 2 3 3 minus 2 3, ഓക്കെ 2 1 minus 1 ഓക്കെ 4 minus 3 2 4 minus 3 2, ഓക്കെ, സെറ്റ് ആണ്, കറക്റ്റ് ആണ്. ദെൻ എക്സ് പറഞ്ഞോളൂ, നെയിം അല്ലേ? യെസ് സർ. ഓക്കെ, ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, പറഞ്ഞോളൂ, എക്സ് എന്താ വരിക? എക്സ് വൈ സെഡ്. യെസ്, ഇവിടെ 3 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ സെഡ്. ഓക്കെ, ഫെബിന് പറഞ്ഞോളൂ, എന്താണ് ബി വരിക? 8 1 4. യെസ്, 8 1 4. സെയിം പ്രോസസ് തന്നെ. ഇത് 3/3 മെട്രിക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഭവം ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യ ഇക്വേഷൻ ഏതാ? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കാം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞോളൂ. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരാം, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഓക്കെ, അപ്പൊ എ ഇൻവേഴ്സ് കാണാൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. പറഞ്ഞോളൂ, ഡിറ്റർമിനന്റ് എ. ഓക്കെ, അർഷന പറഞ്ഞോളൂ, എന്താ ചെയ്യാം ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാൻ? പറയാൻ പറ്റുമോ? 3 റോയും കോളും ആദ്യം 3 ഇൻറ്റു ചെയ്യുക, ദെൻ 3 റോയും കോളവും കട്ട് ചെയ്യുക. ബാക്കി എന്താ വരിക? ബാക്കി 1 വരുന്ന minus 1 1 minus 1 minus 3 2 minus 3 2. ദെൻ അടുത്ത സ്റ്റെപ്പ് 3ൻ്റെത്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി 2 into 2 ഇൻറ്റു, യെസ് കറക്റ്റ്. ഇവിടെ ശരിക്കും -2 ആണ് വന്നത്, പക്ഷെ ഈ -2ക്ക് എന്തുണ്ട്? ഇതെന്താണ്? ഡയമണ്ടിലുള്ളതാണ്. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇതെന്താ? എ 1 2, അതായത് 1 2 1 + 2 3 എന്ന് പറയുന്ന ഓടാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിന്റെ ചേഞ്ച് ചെയ്യും. മൈനസ് ഉള്ളത് സൈൻ ചേഞ്ച് ചെയ്ത് പ്ലസ് ആകും. യെസ്, അപ്പം +2 ഇൻറ്റു എന്താ വരിക? 2 minus 1 2 minus 1 4 2 4 2. ഓക്കെ, ദെൻ 3 into പ്ലസ് പറയണേ, +3 ഇൻറ്റു plus 3 into 2 1 4 minus 3 2 1 4 minus 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫെബിനെ പറഞ്ഞോളൂ, ഇനി എന്താ ചെയ്യേണ്ടത്? 3 ഇൻറ്റു ഇനി അതിനെ ക്രോസ് ചെയ്യുക. 3 into ക്രോസ് 1 ചെയ്യാം. into ഓക്കെ, 1 1 ഇൻറ്റു 2 into 2 എന്താ? minus 1 ഇൻറ്റു 2, അതായത് 2 minus 2 minus 3 വരും. 2 minus 3. ഓക്കെ, ദെൻ +2 ഇൻറ്റു അടുത്ത എന്താ വരിക? 4 plus 4 4 + 4. ഓക്കെ, സെറ്റ്. ദെൻ +3 plus ഇൻറ്റു 3 minus 3 minus 4. -3 അല്ല, 2 ഇൻറ്റു -3 -6. minus 6 + 4. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? 3 ഇൻറ്റു 2 - 3 -1 പ്ലസ് 2 ഇൻറ്റു 4 + 4 8. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ബോറടി. 3 ഇൻറ്റു -6 + 4 -2. ഫസ്റ്റത്തെ ദിവസമൊക്കെ ഫുൾ ഞാൻ ഈ ബോർഡിനോട് ക്ലാസ് എടുക്കുന്ന പോലെ ആയിരുന്നു. 3 ഇൻറ്റു -1 that is equal to -3 plus 2 into 8 16. 3 into -2 -6. അപ്പൊ ആൻസർ എന്താ വരിക? എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? -3. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയുണ്ടോ? ഇവിടെ എന്തോ. ഓക്കെ, 2 ഇൻറ്റു -3 -6 -4 വരിക. സോറി, -4.
അപ്പൊ അതെന്താകും 3 ഇൻറ്റു -10 ആകും. അപ്പൊ ഇതെന്താകും -30 ആകും. അപ്പൊ -33 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു -17 ആ വരിക ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ. ഇനി മൈനർ ഓരോരുത്തരായിട്ട് പറയണം. മൈനർ ഒരാൾ പറയുന്നു, കോഫാക്ടർ ഒരാൾ പറയുന്നു, അഡ്ജോയിന്റ് ഒരാൾ പറയുന്നു. പറഞ്ഞൂടെ? M11. ഓക്കെ, നെയിം പറഞ്ഞോളൂ. എന്താണ് M11 വരിക? 9. എങ്ങനെ 9 വന്നേ? 3 വരുന്ന റോയും കോളും കട്ട് ചെയ്യാം. ഒഴിവാക്കിട്ട് അപ്പൊ ബാക്കി എന്താ വരിക? 1 - 1 - 3 2. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കല്ലേ വേണ്ടേ? yes sir. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണ്ട, ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 3ന്റെ റോയും കോളവും കട്ട് ചെയ്ത് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ 1 - 1 - 3 2 അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് 1 - 1 - 3 2 എന്താ വരിക? 2 - 9 ഓ? 9 എങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ല. സോറി സർ മാറി. സോറി സർ മാറി. ആ, അത് കുഴപ്പമില്ല, അത് സാധാരണമാണ്. ഓക്കെ, അതായത് അതായത് നീ പഠിച്ച കൺസെപ്റ്റിൽ എന്തെങ്കിലും മാറ്റണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ വീണ്ടും? അങ്ങനെ അല്ല എന്ന് പറയാനാണ്. ഓക്കെ, ഇപ്പൊ 1 × 2 2. ആ, ഓക്കെ. ഇപ്പൊ 1 × 2 2 -3 × -1 അതിന്റെ വാല്യൂ 3 ആ വരിക. 2 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. M12. ഓക്കെ, അല്ല നീ തന്നെ പറഞ്ഞോ. M12 എന്താ വരിക? -2 വരുന്ന റോയും കോളും കട്ട് ചെയ്യാം. 2 × 2 -4 × -2. ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്നില്ല, ഇതിങ്ങനെ സ്റ്റെപ്പ് ആക്കി എഴുതുന്നുള്ളൂ. ഓക്കെ, അടുത്ത ഇതും കൂടി അങ്ങനെ ചെയ്യാം. 2 - 1 4 2 അല്ലേ? 2 - 1 4 2. 2 × 2 4 -4 × -1 -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. M13 പറഞ്ഞോ, എന്താ വരിക? 3 വരുന്ന റോയും കോളും കട്ട് ചെയ്താൽ 2 × -3 -1 × 4. ആ, അപ്പൊ -6 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -10. -6 - 4 ഈക്വൽ ടു -10. ഓക്കെ, അടുത്തത് പറയാ M21. ഫെബിനെ പറഞ്ഞോളൂ. ഫെബിന ഇല്ലേ? ഫെബിനെ പറഞ്ഞോളൂ. M21. Yes, sir. M21ന്റെ വാല്യൂ 5. ചെയ്ത് നോക്കിയതാണോ? -4 + 9. -4 + 9 + അല്ലേ? 9. യെസ്, -4 + 9 കറക്റ്റ് ആണ്. -4 + 9 ദാറ്റ്സ് ഈക്വൽ ടു 5. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ? M22 എന്താ വരുന്നത്? -6. ഓക്കെ, 6 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. M23 -1. -9 + 8 term 1. -9 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അർഷാന പറഞ്ഞോളൂ. M31. M32 M33. ശരിക്കും ഈ സ്റ്റെപ്പ് എഴുതണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. മൈനർ എഴുതാതെ കോഫാക്ടർ ഒറ്റയടിക്ക് എഴുതാം. ഓക്കെ, M31 M32 M33 പറഞ്ഞോളൂ. M31 എന്താ വരിക? ഇവിടെ സൈഡില് -2 3 1 -1 വരും. -2 3 1 -1 യെസ്.
അപ്പൊ അതിന്റെ വാല്യൂ എന്താ minus വരിക? -2 × -1 2 -1 × 3 3 2 - 3 -1 അല്ലേ? ആ മൈനസ് M32 എന്താ വരിക? 3 3 4 2 3342 ആണോ വരിക? 3 3 4 33 ഈ റോ അല്ലേ? അതായത് ഇതല്ല കട്ട് 3 ചെയ്യുക. 332 -1 അല്ലേ? ഡൗട്ട് ഉണ്ടോ? -1 ആണ് വരിക. അതെ 332 -1 ഓക്കെ. ഇപ്പൊ എന്ത് വരും? 3 × -1 -3 -2 -2 × 12 6 ഇപ്പൊ -3 -6 -9 അല്ലേ വരിക? അല്ലേ? -9 തെറ്റൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോ -9 M33 എന്താ വരിക? M33 ഇത് രണ്ടും കട്ടായി പോകും. അപ്പം 3 പറഞ്ഞോ. സാർ ഒന്ന് സൂം ചെയ്ത് കുറയ്ക്കൂ. ആ ഓക്കെ ഇത് ഓക്കെ അല്ലേ? ആ ഓക്കെ. അപ്പം 3 - 2 2 1 വരും. 3 - 2 2 1 അപ്പൊ വാല്യൂ എന്താ വരിക? 3 -4 വരും. 3 + 4 = 7 ഫുൾ ആയിട്ടോ? ഓക്കെ. അപ്പൊ A11 എന്ത് വരും? ആരാ പറയാ? നീ തന്നെ പറഞ്ഞോ. A11 എന്താ വരിക? A11 -1 യെസ്. A12 A12 8 -8 -8 ഓക്കെ. A12 എന്ന് പറയുമ്പോൾ 1 + 2 3 ആണ്, ഓഡ് ആണ്, ചേഞ്ച് ചെയ്യും. A13 -10 -10 ഓക്കെ. ഇനി അടുത്ത ആള് പറഞ്ഞോളൂ. ഫെബിനെ പറഞ്ഞോളൂ. 6 A21 എന്താ വരിക? -1 A21 6 A21 6 അല്ലേ വരിക? ഇത് 5 അല്ലേ? -6 -6 അല്ല, -5 ആ വരിക. ഇവിടെ 5 അല്ലേ ഉള്ളത്? അതായത് ഇവിടെ ഇതെന്താ അറിയോ? കോ ഫാക്ടർ ആണ്. കോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഇക്വേഷൻ സർ ഞാൻ എഴുതി തെറ്റിപ്പോയത്, ഓർഡർ തെറ്റിപ്പോയത്. ഓക്കെ പ്രശ്നമില്ല. ഞാനേ നീ ഈ ബോർഡ് കാണുന്നുണ്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇത് 5 ആയതുകൊണ്ട് ഇത് -5 ഓക്കെ. അപ്പൊ A22 എന്താ വരിക? A22 -6 ഓക്കെ. A23 1 ഓക്കെ. ദെൻ ലാസ്റ്റ് നെയിം പറഞ്ഞോളൂ. A31 -1 ഓക്കെ. A32 9 ഓക്കെ. A33 7 ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ കോഫാക്ടർ. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് എന്ത് വരും? -1 -8 -10 -5 -6 1 -1 9 7 ഓക്കെ. അപ്പൊ നമ്മളെ അഡ്ജയ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജയ = കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സ്. ശരിക്കും ഈ ഒരു കോഴ്സിന് എത്ര ആൾക്കാരുണ്ട് ടോട്ടലി? അറിയോ? കറക്റ്റ് അറിയില്ല സർ. ഓക്കെ. അപ്പൊ 14 15 പേരുണ്ട്. ഏത് 14? അതെ. ഓക്കെ. -1 -8 -10 -5 -6 1 -1 9 7 അഡ്ജയ കിട്ടിയല്ലോ.
അഡ്ജയെ കിട്ടി. ഇനി എന്താണ്? എക്സ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് ബി. ഇപ്പൊ നമ്മളെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജയെ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ഇവിടെ ഡിറ്റർമിനന്റ് എ എന്താ കിട്ടിയത്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു -17. അപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ ഡിവൈഡഡ് ബൈ 1 / -17 into -1 -5 -1 -8 -6 9 -10 1 7. അപ്പോ ഓക്കെ, കുറച്ചുകൂടി വരും. എ ഇൻവേഴ്സ് എന്താ? 1 / -17 -1 -5 -1 -8 -6 9 -10 1 7. എനിക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ടോപ്പിക് ഏതാണ്? ജസ്റ്റ് പറഞ്ഞോളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബി എന്താ? 814. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെന്താ? 3/3. ഇതെന്താ? 3/1. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും 3/1 മെട്രിക്സ് ആയിരിക്കും. ആകെ 3 വാല്യൂ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ 1 / -17 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോ വരിക -1 into 8 -8 -5 into 1 -5 -1 into 4 -4. Then next row -8 into 8 -64 -6 into 1 -6 9 into 4 +36. Okay, the next row -10 into 8 -80 1 into 1 +1 7 into 4 +28 ചെയ്യുമ്പോൾ 1 / -17 -8 -5 -13 -13 -4 -17. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസർ ആയിരിക്കും വരിക അധികം. -64 -6 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? -70. ഓക്കെ, ഇല്ല -64 -6 that is equal to -70 -70 plus 36 -70 plus 36 that is equal to -34. അത് 17ന്റെ മൾട്ടിപ്പിൾ ആണ് 34 എന്ന് പറയുന്നത്. Then -80 plus 29 -80 plus 29 എന്ത് ചെയ്താൽ മതി? 80 - 29 ചെയ്താൽ 51 -51. ആൻസർ ആയി. -17 divided by -17 -34 divided by -17 -51 divided by -17 ഒക്കെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്. -17 divided by -17 that is equal to 1. -34 divided by -17 that is equal to 2. -51 divided by -17 17 into 3 ആണ് 51. അപ്പോൾ ആൻസർ 3. അപ്പോൾ 1 2 3 3 വലിയ സംഭവത്തിന്റെ ആൻസർ 1 2 3. x, y, z ആണ് എന്ത്? 1 2 3. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടായിരുന്നത്. x equal to 1, y equal to 2, z equal to 3.
ഈ ഇക്വേഷന് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ടാൽ അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. x = 1, y = 2, z = 3. ഓക്കെ, കാണുന്നുണ്ടത്? എക്സിന് 1, വൈക്ക് 2, സെറ്റിന് 3 കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ 3 × 1 3 മൈനസ് 2 × 2 4 പ്ലസ് 3 × 3 പ്ലസ് 9. അപ്പം 9 പ്ലസ് 3 12, 12 മൈനസ് 4 8. സാറ്റിസ്ഫൈഡ് ആണ്. സെക്കൻഡ് ഇക്വേഷൻ 2x + y - z. 2 × 1 പ്ലസ് സോറി, നമുക്ക് നേരെ എഴുതിയാൽ മതി. 2 × 1 2 പ്ലസ് y എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, മൈനസ് z എന്താ 3. 2 + 2 4, 4 - 3 1. Then 4 × 1 4 minus 3 × 2 6 plus 2 × 3 6. മൈനസ് 6ഉം 6ഉം ക്യാൻസൽ ആവും. ആൻസർ 4. ഒക്കെ സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്താണ്? 1 2 3. ഇത് ഓക്കെ ആണോ? കുറച്ച് സമയം വൈകിപ്പോയി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ എന്തുള്ളൂ ഈ ഡിറ്റർമിനൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് സെഷന് നമ്മൾ എല്ലാ കുറച്ച് പ്രീവിയസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, അതൊന്ന് എടുത്ത് കാണുക, എന്നിട്ട് ഇത് കാണുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്ന് ഒരുപാടൊന്നും ചോദിക്കൂല. ചോദിക്കുകയാണെങ്കിൽ 1 2 ക്വസ്റ്റ്യൻ മാക്സിമം പോയാൽ അത്രയൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനിയുള്ള ഈ ഡിഫറൻഷിയേഷന്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതേപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 2024 ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, അതിൻ്റെ ചെയ്യാം. അപ്പൊ ഇതോടുകൂടി എന്തായി, ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ക്ലാസ് സർ. നിർത്തിയാലോ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഹലോ, ആ ആ ട്യൂഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ.
ചിലപ്പോ ഉണ്ടാവും. ഓഫ്ലൈൻ ഉണ്ടായില്ലേ?